1943 ജൂൺ 16. രണ്ടാം ലോക മഹായുദ്ധം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നു. ജർമ്മൻ അധിനിവേശ ഫ്രാൻസിൻ്റെ തെക്കുപടിഞ്ഞാറൻ പ്രവിശ്യയിൽ പാരീസിൽ നിന്ന് ഏതാണ്ട് 200 കിലോമീറ്റർ മാറി ലേമാൻസ് എന്ന പേരിലൊരു ഗ്രാമം. അതൊരു നിലാവുള്ള രാത്രിയായിരുന്നു. കാവ്യഭംഗിക്കായി പറഞ്ഞതല്ല. ആ പ്രദേശത്തുകൂടി ഒരു ബ്രിട്ടീഷ് ഹാലിഫാക്സ് ഫൈറ്റർ വിമാനം റഡാറിൻ്റെ പരിധിയിൽ പെടാതെ താഴ്ത്തി പറപ്പിക്കാൻ വേണ്ടി നിലാവുള്ള രാത്രി മുൻകൂട്ടി നിശ്ചയിച്ചതാണ്. ഇങ്ങനെ താഴ്ന്നു പറക്കുന്നതിനെ വൈമാനികരുടെ ഭാഷയിൽ നാപ്പ് ഓഫ് ദി എർത്ത് ഫ്ലൈയിങ് എന്നാണ് പറയുക. വളരെ അപകടം പിടിച്ച വ്യോമാഭ്യാസമാണ് ഈ റഡാർ ഡെഡ് സോണിലൂടെയുള്ള പറക്കൽ. പള്ളിമിനാരങ്ങളും മരത്തലപ്പുകളും എപ്പോൾ എവിടെയാണ് ഉയർന്നു വരിക എന്ന് പറയാനൊക്കില്ല. താഴ്ന്ന വിധാനത്തിൽ പറക്കുമ്പോൾ ഡ്രാഗ് കൂടുതലായതിനാൽ വിമാനത്തിൻ്റെ ഇന്ധനക്ഷമത 1/3 കുറയും. ചിലപ്പോൾ പറന്നു കയറുന്നത് വിമാനവേധ തോക്കുകളുടെ വായ്ക്കകത്തേക്കുമാവാം. പിന്നെ എന്തിനാണ് ആ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇങ്ങനെ അപകടം ക്ഷണിച്ചു വരുത്തും വണ്ണം താഴ്ന്നു പറക്കുന്നത്? അതൊരു സ്പെഷ്യൽ ഡ്യൂട്ടി സ്ക്വാഡ്രൺ എയർക്രാഫ്റ്റ് ആണ്. യുദ്ധഭൂമിയിലേക്ക് ദൗത്യസേനയെയും ചാരന്മാരെയും എത്തിക്കാനായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഇത്തരം എയർക്രാഫ്റ്റുകൾക്ക് ഇരുണ്ട നിറമായിരിക്കും. വിമാനത്തിനുള്ളിൽ പൈലറ്റിനെയും സഹപൈലറ്റിനെയും കൂടാതെ 3 വനിതകളാണുള്ളത്. അവർ 3 പേരും ജംപ് സ്യൂട്ട് ധരിച്ച് പാരച്യൂട്ടും തോളിലേന്തി കൃത്യമായ കമാൻഡിന് കാതോർത്തിരിക്കുകയാണ്. അവർ ഫ്രാൻസിലേക്ക് ചാരപ്രവർത്തനങ്ങൾക്കായി പോവുകയാണ്. പോളീറ്റ്, ആലീസ്, മെഡ്ലൈൻ എന്നിങ്ങനെയാണ് യാത്രാരേഖകളിൽ അവരുടെ പേരുകൾ. അത് 3 കള്ളപ്പേരാണ്. ഒരു പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ഓഫീസർമാർ അവർക്കിട്ടിരിക്കുന്ന വിളിപ്പേര്. വിമാനത്തിന്റെ ബെല്ലിയിൽ ബോംബ് ബേ എന്നറിയപ്പെടുന്ന കവാടം തുറന്നു. 3 ശ്രദ്ധാപൂർവം അതിന്റെ വിളുമ്പിലെത്തി കാല് താഴേക്കിട്ട് ഹാൻഡലറുടെ കമാൻഡിന് കാതോർത്തിരുന്നു. താഴെ അവ്യക്തമായ നിഴലനക്കങ്ങൾ മാത്രം. ഉള്ളിലേക്ക് പ്രവഹിക്കുന്ന വായുവിൽ അവർ ആടി ഉലയുന്നുണ്ട്. പ്രൊപ്പല്ലറിന്റെ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹാൻഡലറുടെ കമാൻഡ് മുഴങ്ങി. ഗോ! 3 താഴേക്കു ചാടി. അപരിചിത ദേശത്തെ രാത്രി ഇരുട്ടിലേക്ക്, അല്ല, അനിശ്ചിതത്വത്തിന്റെ അഗാധതയിലേക്ക് പാരച്യൂട്ട് നിവർന്നു. പാരച്യൂട്ടിൽ ഒഴുകിയിറങ്ങുന്ന 3 പറ്റിയും വിമാനത്തിലുള്ള ഒരാൾക്കും ഒന്നും അറിയില്ല, ആ കള്ളപ്പേരല്ലാതെ. പക്ഷേ നമുക്ക് 3 കാര്യങ്ങൾ അറിയാം. ഒന്ന്, അതിൽ നീണ്ട മൂക്കും വിടർന്ന കണ്ണുകളും ഗോതമ്പിന്റെ നിറവുമുള്ള മെഡ്ലൈൻ എന്ന് വിളിപ്പേരുള്ള സുന്ദരിയുടെ യഥാർത്ഥ പേര് നൂർ ഇനായത് ഖാൻ എന്നാണ്. 2, ബ്രിട്ടനെ വിറപ്പിച്ച മൈസൂർ കടുവ എന്ന പേരിൽ തെക്കേ ഇന്ത്യ മുഴുവൻ തേരോട്ടം നടത്തിയ ടിപ്പു സുൽത്താന്റെ രക്തമാണവൾ. അവളിപ്പോൾ ബ്രിട്ടന് വേണ്ടി ജർമ്മനിക്കെതിരെ പോരാടാനാണ് ഈ ഇരുട്ടിലേക്ക് എടുത്തു ചാടിയിരിക്കുന്നത്. 3, മടക്കമില്ലാത്ത ഒരു യാത്രയിലേക്കാണ് അവൾ പറന്നിറങ്ങാൻ പോകുന്നത്. നമസ്കാരം, ഹൈ ഒക്ടേൻ സ്റ്റോറി ടെല്ലിങ്ങിന്റെ പുതിയ ലക്കത്തിലേക്ക്. നൂറുനിസ എന്ന അറബി പേരിന്റെ വാച്യാർത്ഥം സ്ത്രീത്വത്തിന്റെ പ്രകാശം എന്നാണ്. ഐശ്വര്യം, ബുദ്ധിശക്തി, ആധ്യാത്മികമായ ഔന്നത്യം എന്നിവയൊക്കെ സൂചിപ്പിക്കുന്ന പേരാണിത്. 1914 പുതുവർഷ ദിനത്തിൽ മോസ്കോയിലെ പെട്രോവ്സ്കി ആശ്രമത്തിൽ ഒരു കുഞ്ഞു പിറന്നു. പിതാവിൻ്റെ പേരുകൂടി ചേർത്ത് അവൾക്ക് നൂറുനിസ ഇനായത് ഖാൻ എന്ന് പേരിടുന്നു. ഈ പിതാവ് ഹസ്രത്ത് ഇനായത് ഖാൻ ഒരു സംഗീതജ്ഞനും സൂഫി മതപണ്ഡിതനുമൊക്കെയായിരുന്നു. സംഗീത പരിപാടികളുമായി ലോകസഞ്ചാരം നടത്തുന്നതിനിടയിൽ സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് പരിചയപ്പെട്ട് വിവാഹം കഴിച്ച ഓറ റേ ബേക്കർ എന്ന അമേരിക്കൻ വനിതയാണ് കുട്ടിയുടെ മാതാവ്. സൂഫി മതം സ്വീകരിച്ച് അവരിപ്പോൾ അമീന ബീഗമാണ്. മോസ്കോയിൽ മാക്സിംസ് എന്ന നൈറ്റ് ക്ലബിൽ സംഗീതജ്ഞനാണ് ഹസ്രത്ത് ഇനായത് ഖാൻ. 1 വർഷമേ ആയിട്ടുള്ളൂ റഷ്യയിലെത്തിയിട്ട്. ലോകസഞ്ചാരമൊക്കെ നിർത്തി മോസ്കോയിൽ സ്ഥിരതാമസമാക്കാനായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ റഷ്യയിലെ സാഹചര്യങ്ങൾ പൊടുന്നനെ മാറി മറിയുന്നു. റഷ്യൻ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് പെട്ടെന്നാണ്. ഇനി ഇവിടെ നിന്നാൽ കാര്യങ്ങൾ നേരാവണ്ണം പോവില്ല എന്ന് കണ്ട് കുടുംബം നേരെ ലണ്ടനിലേക്ക് കപ്പൽ കയറുന്നു. 1 നൂറ്റാണ്ടിന് മുൻപ് ഇത്തരത്തിലുള്ളൊരു രാജ്യാന്തര സൗഹൃദവും വിദേശ ദാമ്പത്യവുമൊക്കെയായി ലോകസഞ്ചാരം നടത്താനും മാത്രം ഈ ഹസ്രത്ത് ഇനായത് ഖാൻ ആരായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് അതൊന്ന് പറഞ്ഞിട്ട് വേണം കഥയുടെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ. കാരണം നമ്മുടെ കഥാനായികയായ നൂർ ഇനായത് ഖാനിൽ ഇനി നമ്മൾ കാണാൻ പോകുന്ന പോരാട്ടവീര്യവും ദൃഢനിശ്ചയവും അത് എവിടെ നിന്നാണ് വന്നതെന്ന് ഈ കഥ നമുക്ക് പറഞ്ഞു തരും. 1799 മൈസൂരിലെ ശ്രീരംഗപട്ടണം യുദ്ധത്തിലെ വിജയം ബ്രിട്ടീഷുകാർ തെക്കേ ഇന്ത്യയിൽ നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധവിജയമായിരുന്നു. കാരണം കമ്പനി പട്ടാളത്തെ വിറപ്പിച്ച ഒരു കടുവയെ ബ്രിട്ടീഷുകാർ വളഞ്ഞിട്ട് വെടിവെച്ച് കൊന്നത് ആ യുദ്ധത്തിലായിരുന്നു.
മൈസൂർ കടുവ സാക്ഷാൽ ടിപ്പു സുൽത്താൻ വീണു. സുൽത്താൻ വീണാൽ കുടുംബം പിന്നെ എന്തു ചെയ്യും? കുടുംബത്തെ ഒന്നടങ്കം ബ്രിട്ടീഷുകാർ കൽക്കട്ടയിലേക്ക് നാടുകടത്തി. അതിലൊരു മകളുടെ മകളെ ചിസ്തി സൂഫി പാരമ്പര്യത്തിലുള്ള കുടുംബത്തിലേക്ക് വിവാഹം കഴിപ്പിച്ചയക്കുന്നു. ആ കുടുംബത്തിൽ 1888 ഗുജറാത്തിലെ ബറോഡയിൽ പിറന്നയാളാണ് ഹസ്രത്ത് ഇനായത്ത് ഖാൻ. അതായത് ടിപ്പു സുൽത്താൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് സൺ, അല്ലെങ്കിൽ പ്രപൗത്രൻ. വീണയിലും വായ്പാട്ടിലുമൊക്കെ പരിശീലനം ലഭിച്ച അയാൾ ചെറുപ്പത്തിൽ തന്നെ തൻ്റെ കലാസപര്യയുമായി നാടുചുറ്റാനിറങ്ങി. അങ്ങനെ എത്തിയതാണ് മോസ്കോയിൽ. റഷ്യൻ വിപ്ലവത്തിൻ്റെ സമയത്ത് 1914 ഹസ്രത്ത് ഇനായത്ത് ഖാൻ കുടുംബത്തെയും കൂട്ടി നേരെ ലണ്ടനിലേക്ക് കപ്പൽ കയറുന്നു. 6 വർഷം അവർ ലണ്ടനിൽ കഴിഞ്ഞു. 1920 രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ പാരീസിലേക്ക് വീണ്ടും ഒരു പറിച്ചുനരിയിൽ. ഇന്ത്യൻ കലാകാരന്മാർക്ക് ഫ്രാൻസിൽ നല്ല ഡിമാൻഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ഏജന്റ് ക്ഷണിച്ചതിന് പ്രകാരമായിരുന്നു ഹസ്രത്ത് ഇനായത്ത് ഖാൻ അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അതൊരു നല്ല തീരുമാനമായിരുന്നു. പാരീസിന് പടിഞ്ഞാറ് സ്യൂഹൈന എന്ന പ്രദേശത്ത് അവരൊരു വീടെടുക്കുന്നു. ആ വീടിന് അവർ ഫസൽ മൻസിൽ എന്ന് പേരിടുകയാണ്. അനുഗ്രഹങ്ങളുടെ ഭവനം എന്നാണ് ആ ഉറുദു വാക്കിനർത്ഥം. അവിടെ ചെല്ലുന്ന ഒരാൾ ആ വീട്ടുപേര് 100% ശരിയാണെന്ന് സമ്മതിക്കും. സംഗീതജ്ഞനായ ഗ്രഹനാഥൻ, സ്നേഹമയിയായ വീട്ടമ്മ, അവർക്കൊരു മകൾ. നൂർ ഇനായത്ത് ഖാൻ എന്നാണ് അവളുടെ പേരെങ്കിലും അവളെ അവർ സ്നേഹത്തോടെ വിളിക്കുന്നത് ബബ്ലി എന്നാണ്. ബബ്ലിക്ക് അവിടെ നിന്നാൽ ഈഫൽ ഗോപുരം കാണാം. സെയിൻ നദി നോത്രദാം കത്തീഡ്രലിന് നേരെ സ്വച്ഛമായി ഒഴുകുന്നത് കാണാം. പള്ളിമണികൾ കേൾക്കാം. വരാൻ പോകുന്ന 20 വർഷങ്ങളിലേക്ക് ഇതായിരുന്നു അവൾ വളർന്ന ഭവനം. അവൾക്ക് ഇളയത്വങ്ങളായി 3 പേർ പിറന്നതും ഈ വീട്ടിലാണ്. മാതൃഭൂമി എന്നാൽ തനിക്കത് ഫ്രാൻസ് ആണ് എന്ന ചിന്ത അവളിൽ രൂഢമൂലമാവുകയാണ് ഇവിടെ വെച്ച്. ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അവൾ പിന്നീട് ജീവൻ ത്യജിക്കുന്നതും. 1926 മൂത്ത മകൾക്ക് 4 വയസ്സുള്ളപ്പോൾ ഹസ്രത്ത് ഇനായത്ത് ഖാൻ ഇന്ത്യയിലേക്ക് പോകുന്നു. തൻ്റെ ആത്മീയതയുടെ വേരുകൾ അന്വേഷിക്കാനും സൂഫി പാരമ്പര്യത്തിൽ തുടർന്ന് പ്രവർത്തിക്കാനും യാത്ര പോകുന്നുവെന്നാണ് അയാൾ കാരണം പറഞ്ഞത്. ആ യാത്രയിൽ വെച്ച് ഡൽഹിയിൽ അയാൾ മരണപ്പെടുകയാണ്. അവിടെ ഹസ്രത്ത് നിസാമുദ്ദീൻ ദർഗയിൽ മൃതദേഹം ഖബറടക്കി. അക്കാലത്ത് ആ കുടുംബം, അമ്മയും 4 മക്കളും ജീവിക്കാൻ ചെറുതല്ലാത്ത രീതിയിൽ കഷ്ടപ്പെടുന്നുണ്ട്. ഷെർബാനി ബസു എഴുതിയ സ്പൈ പ്രിൻസസ് ദി ലൈഫ് ഓഫ് നൂർ ഇനായത്ത് ഖാൻ എന്ന പുസ്തകമാണ് ഈ പ്രോഗ്രാമിൻ്റെ പ്രചോദനം. ഇതിൽ അവളുടെ ചെറുപ്പകാലത്തെപ്പറ്റി ബന്ധുക്കളുടെ വിവരണമുണ്ട്. അവൾ ഒരു സ്വപ്നജീവിയായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. ഫാൻറ്റസി കഥകൾ ഉണ്ടാക്കി കൂട്ടുകാരോട് പറയുക അവളുടെ പ്രധാന നേരമ്പോക്കായിരുന്നു. പിയാനോയും ഹാർപ്പും വീണയും നന്നായി വായിക്കുമായിരുന്നു. പിതാവ് ഇനായത്ത് ഖാനിൽ നിന്ന് അവൾ സൂഫിസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ ജ്ഞാനസ്നാനപ്പെട്ടിരുന്നു. വിവിധ മതങ്ങളിലെ ഏകദാനത, തൗഹീദ് എന്നാണ് അതിന് പറയുക, അത് അവളിൽ രൂഢമൂലമായി. ഇസ്ലാമിലെയും ക്രിസ്ത്യാനിറ്റിയിലെയും ഹിന്ദുയിസത്തിലെയും ബുദ്ധമതത്തിലെയും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവൾ ഹൃദയസ്ഥമാക്കി. ജാതക കഥകളും ഗ്രീക്ക് മിത്തോളജിയും കുട്ടികൾക്ക് മനസ്സിലാവും വണ്ണം എഴുതി അവൾ ഇംഗ്ലീഷിലും ഫ്രഞ്ചിലും ബാലസാഹിത്യ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. വാട്ട് വൺ ഹിയേഴ്സ് സംടൈംസ് ഇൻ ദ വുഡ്സ് എന്ന നോവലിലെ ലെ ഫിഗാറ എന്ന ന്യൂസ് പേപ്പറിൽ പ്രസിദ്ധീകരിച്ചു. 2 ഡിഗ്രികൾ ഉണ്ടായിരുന്നു. ഒന്ന് സംഗീതത്തിലും മറ്റൊന്ന് ചൈൽഡ് സൈക്കോളജിയിലും. ഇങ്ങനെ സാഹിത്യത്തിലും കലാമേഖലയിലും ഉന്നതിയിലെത്താൻ എന്തുകൊണ്ടും യോഗ്യയായ നൂർ ഇനായത്ത് ഖാൻ എങ്ങനെയാണ് ബ്രിട്ടൻ്റെ ചാരസംഘടനയിൽ അംഗമായത്? അത് വിധിയാണ്. അതിന് കളമൊരുക്കിയത് രണ്ടാം ലോക മഹായുദ്ധവും. വർഷം 1940. യുദ്ധത്തിൻ്റെ കാളം മുഴങ്ങിയത് ജർമ്മനിയിൽ നിന്നാണ്. പൊടുന്നനെ അത് പടിഞ്ഞാറൻ യൂറോപ്പ് മുഴുവനായി വ്യാപിക്കുന്നു. ഒരിക്കൽ സൗന്ദര്യത്തിൻ്റെയും ബൗദ്ധിക ജീവിതത്തിൻ്റെയും പറുദീസയായി വാഴ്ത്തപ്പെട്ട പാരീസ് നഗരത്തിൻ്റെ ശാന്തതയ്ക്കുമേൽ സൈറണുകളും വെടിയുച്ചകളും സ്ഫോടനങ്ങളും പെരുമ്പറ കൊട്ടി. ഹിറ്റ്ലറുടെ നാസിപ്പടയുടെ ടാങ്കുകൾ പാരീസ് നഗരത്തോടടുക്കുന്നു. കീഴടക്കിയ പ്രദേശങ്ങളിൽ വംശവെറിയുടെ കൂട്ടക്കുരുതികൾ നടത്തി നാസിപ്പട അപ്പോഴേക്കും കുപ്രസിദ്ധി നേടിയിരുന്നു. ഫ്രഞ്ച് ജനത പലായനം തുടങ്ങി. തെരുവുകളിലും വഴികളിലും അഭയാർത്ഥികൾ തിങ്ങിക്കൂടി. അടച്ചിട്ട മുറികളിൽ ഭയം പുകഞ്ഞു. ഫസൽ മൻസിലിൽ ഈ വാർത്തകളെല്ലാം കേട്ട് ഇനായത്ത് ഖാൻ കുടുംബം തീരുമാനമെടുക്കാനാവാതെ കുഴങ്ങി. അനുഗ്രഹത്തിൻ്റെ ഭവനം വിട്ട് അനിശ്ചിതത്വത്തിലേക്ക് പലായനം ചെയ്യണോ, അതോ രണ്ടും കൽപ്പിച്ച് ഇവിടെ തന്നെ തുടരണോ? തങ്ങളുടെ പ്രിയപ്പെട്ട നാടും വീടും വിട്ട് എങ്ങോട്ടും പോകണ്ട എന്നായിരുന്നു അവർ ആദ്യം എടുത്ത തീരുമാനം.
പക്ഷേ അയൽവാസികളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം കയ്യിൽ കിട്ടിയതും എടുത്ത് നാടുവിട്ടു തുടങ്ങിയപ്പോൾ അവരും മനസ്സു മാറ്റുകയാണ്. 3-4 തുണിസഞ്ചികളിൽ കൊള്ളുന്നത് മാത്രം എടുത്ത് വീട് മലർക്കെ തുറന്നിട്ട് അവർ ഫസൽ മൻസിലിൻ്റെ പടികളിറങ്ങി. നൂർ ഇനായത് ഖാൻ, അവൾക്കപ്പോൾ 26 വയസ്സുണ്ട്. നിറകണ്ണുകളോടെ അവൾ തിരിഞ്ഞു നിന്നു. വീടിനെ നോക്കി അവൾ പറഞ്ഞു, പാരീസ്, ഇതെൻ്റെ മാതൃഭൂമിയാണ്. ഞാൻ തിരികെ വരും. ഈ യുദ്ധത്തിൽ എൻ്റെ ഭാഗധേയം എത്ര ചെറുതാണെങ്കിലും ഞാനത് നിറവേറ്റുക തന്നെ ചെയ്യും. അപ്പോൾ അവൾ അറിഞ്ഞില്ല, ചെറുതെന്നവൾ നനച്ചതിൻ്റെ പ്രഭ കാലങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും തോറും മേൽക്കുമേൽ വളരുന്ന ഒരു പ്രകാശ ഗോപുരമായിരുന്നെന്ന്. ഫ്രാൻസിൻ്റെ തെക്കൻ പ്രവിശ്യകളിലേക്കായിരുന്നു കൂടുതൽ ആളുകളുടെയും പലായനം. അവിടെ തുറമുഖ പട്ടണമായ ബോർഡോയിലെത്തി കപ്പലിൽ കയറി ഇംഗ്ലീഷ് ചാനൽ മുറിച്ചു കടന്ന് ബ്രിട്ടനിലേക്ക്. അവിടെ എത്തുക എന്നതായിരുന്നു അവരുടെ മുൻപിലുള്ള ഏക വഴി. ജർമ്മനി അപ്പോഴേക്കും വ്യോമാക്രമണം തുടങ്ങി. ആളുകളെ കുത്തിനുറച്ച് ട്രെയിനുകൾ ബോർഡോ നഗരത്തിലേക്ക് നീങ്ങി. ബോംബാക്രമണങ്ങളിൽ റെയിൽവേ ലൈൻ മുറിഞ്ഞിടത്തിറങ്ങി അമ്മയെയും അനുജന്മാരെയും കൊണ്ട് അവൾ മൈലുകളോളം നടന്നു. യാതനാനിർഭരമായൊരു യാത്രയായിരുന്നു അതെന്ന് അവൾ പലയിടങ്ങളിലും എഴുതിയിട്ടുണ്ട്. ആ യാത്രയിലുടനീളം അവളുടെയും പലായനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഫ്രഞ്ച് ജനത ഒന്നടങ്കത്തിൻ്റെയും ഉള്ളിൽ ജർമ്മനിക്കെതിരെയുള്ള രോഷം തിളച്ചു മറിഞ്ഞു. ഒടുക്കം ബോർഡോയിലെത്തി അവർ ഒരു ചരക്കു കപ്പലിൽ കയറിപ്പറ്റി. ദി നൗവിഷ് എന്നായിരുന്നു ആ കപ്പലിൻ്റെ പേര്. ജർമ്മൻ അന്തർവാഹിനികൾ ഉതിർക്കുന്ന ടോർപിഡോകളെ പേടിച്ച് ഒരു വിധത്തിൽ അവർ ഇംഗ്ലണ്ടിൻ്റെ തെക്കൻ തുറമുഖങ്ങളിലൊന്നായ പ്ലിമത്തിൽ കപ്പലിറങ്ങി. അപ്പോഴേക്കും നാസിപ്പട ഫ്രാൻസ് കീഴടക്കിയ വാർത്ത ഇംഗ്ലണ്ടിലും എത്തിയിരുന്നു. യൂറോപ്പ് ഫാസിസത്തിന് മുമ്പിൽ അടിയറ പറഞ്ഞു. ഹിറ്റ്ലറുടെ സ്വേച്ഛാധിപത്യത്തിന് കീഴിൽ ഫ്രാൻസ് തോൽവി സമ്മതിച്ചു. ആശയപരമായും വൈകാരികമായും ആ വാർത്ത നൂർ ഇനായത് ഖാനെ വല്ലാതെ ഉലച്ചു. ആത്മീയതയിലും അഹിംസയിലും ഊന്നി സൂഫി പാരമ്പര്യത്തിൽ ജനിച്ചു വളർന്ന അവളുടെ കാഴ്ചപ്പാടുകളെ ആ സംഭവം കീഴ്മേൽ മറിച്ചു. യുദ്ധവും പട്ടാളവും പോരാട്ടവും ഒന്നും അവളുടെ ചിന്താമണ്ഡലത്തിലേ ഉണ്ടായിരുന്നില്ല. പക്ഷേ അവളുടെ രക്തം 1.5 നൂറ്റാണ്ടുകൾക്ക് മുൻപ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ വിറപ്പിച്ച മൈസൂർ കടുവ ടിപ്പു സുൽത്താൻ്റെ രക്തമാണത്. അധിനിവേശകരുടെ പീരങ്കിക്ക് മുമ്പിൽ നെറിയോടെ നിവർന്നു നിന്ന ഒരു ധീര ദേശാഭിമാനിയുടെ രക്തം. ആ രക്തം തിളച്ചു. എഴുത്തുകാരിയായി ലോകത്തിന് മുൻപിൽ അറിയപ്പെടാൻ ആഗ്രഹിച്ച, മികച്ചൊരു സംഗീതജ്ഞയായി തീരാൻ ആഗ്രഹിച്ച നൂർ ഇനായത് ഖാൻ ഈ ജീവിതസന്ധിയിൽ ഒരു നിർണായക തീരുമാനമെടുക്കുകയാണ്. തൻ്റെ മാതൃഭൂമിയായ ഫ്രാൻസിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നാസികൾക്കെതിരെ, ജർമ്മനിക്കെതിരെ, അഡോൾഫ് ഹിറ്റ്ലർക്കെതിരെ ഞാൻ പോരാടും. ആ പോരാട്ടത്തിൽ എന്നെ കാത്തിരിക്കുന്നത് മരണമെങ്കിൽ മരണം. ആ മരണത്തിൻ്റെ മുഖത്തു ചവിട്ടി ഞാൻ പടക്കളത്തിൽ പ്രാണനെറ്റിക്കും. ഇംഗ്ലണ്ടിലെ പ്ലിമത്ത് തുറമുഖത്ത് കപ്പലിറങ്ങിയ കുടുംബം ആദ്യം ഓക്സ്ഫോർഡിലാണ് താമസം തരപ്പെടുത്തിയത്. യുദ്ധ അഭയാർത്ഥികൾക്ക് വേണ്ടി രാജ്യമൊരുക്കിയ സൗകര്യങ്ങൾ അവർക്ക് തുണയായി. ഏതാനും മാസങ്ങൾക്കു ശേഷം അവർ ലണ്ടൻ നഗരത്തിലേക്ക് താമസം മാറുകയാണ്. അവിടെ ബ്ലൂംസ്ബെറിയിൽ താവിസ്റ്റോക്ക് സ്ക്വയറിൽ ഒരു വാടക വീടെടുക്കുകയാണ് നൂർ ഇനായത് ഖാൻ്റെ കുടുംബം. അമ്മ അമീന ബീഗവും സഹോദരങ്ങളും ചില്ലറ ജോലികളൊക്കെ തരപ്പെടുത്തി പുതിയ ചുറ്റുപാടുകളിൽ ജീവിതം പച്ചപിടിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചു. പക്ഷേ നമ്മുടെ കഥാനായിക നൂർ ഇനായത് ഖാൻ്റെ പദ്ധതികൾ വേറെയായിരുന്നു. അവൾ WAAF, അതായത് വുമൺ ഓക്സിലറി എയർഫോഴ്സിൽ ചേരുകയാണ്. അവിടെ വയർലെസ് റേഡിയോ ഓപ്പറേറ്ററായി ട്രെയിനിങ് പൂർത്തിയാക്കുന്നു. മോഴ്സ് കോഡിലും റേഡിയോ സംപ്രേഷണത്തിലും വൈദഗ്ധ്യം നേടിയ അവൾ ആ ബാച്ചിലെ ഏറ്റവും മികച്ച ഓഫീസറായി തിരഞ്ഞെടുക്കപ്പെടുന്നു. അപ്പോഴാണ് മേലുദ്യോഗസ്ഥന്മാർ അവളെ ശ്രദ്ധിക്കുന്നത്. ആകർഷകമായ രൂപം, ആത്മവിശ്വാസത്തോടെയുള്ള പെരുമാറ്റം, തികഞ്ഞ ഉത്തരവാദിത്വ ബോധം, ഇംഗ്ലീഷും ഫ്രഞ്ചും അനായാസം കൈകാര്യം ചെയ്യാനുള്ള കഴിവ്. ഇത്തരത്തിൽ അസാധാരണ കഴിവുകളുള്ള സേനാംഗങ്ങളെ അവർ തിരഞ്ഞു നടക്കുകയായിരുന്നു. കാരണം പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ നിർദ്ദേശപ്രകാരം അടുത്തിടെ രൂപീകരിച്ച സ്പെഷ്യൽ ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ SOE എന്ന പ്രത്യേക ദൗത്യസേന അല്ലെങ്കിൽ ചാരസംഘടന ഇത്തരക്കാർക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്താണ് ഈ SOE? ഈ പ്രത്യേക ദൗത്യസേനയുടെ സ്വഭാവം എന്താണ്? അതിനെക്കുറിച്ച് കുറച്ചെങ്കിലും പറയാതെ നൂർ ഇനായത് ഖാൻ ഏറ്റെടുക്കാൻ പോകുന്ന ഉത്തരവാദിത്തത്തിൻ്റെ തീവ്രത വിവരിക്കാനാവില്ല. നാസിപ്പടയുടെ യുദ്ധ നൈപുണി പ്രധാനമായും 3 കാര്യങ്ങളിൽ കേന്ദ്രീകരിച്ചാണിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ, റെയിൽ റോഡ്, വ്യവസായശാലകൾ. വ്യവസായശാലകൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും പടക്കോപ്പുകൾ നിർമ്മിക്കുന്നവയാണ്. ഇവയാണ് ആ 3 കാര്യങ്ങൾ. ജർമ്മൻ ഒക്യുപ്പൈഡ് ഫ്രാൻസിൽ ചെന്ന് രഹസ്യമായി കമ്മ്യൂണിക്കേഷൻ ലൈനുകൾ തകരാറിലാക്കുക, പാലങ്ങളും റെയിൽ റോഡുകളും വ്യവസായശാലകളും ഇന്ധന സംഭരണികളും ബോംബ് വെച്ച് തകർക്കുക,
ഒരു SOE ഏജൻറ്റിൻ്റെ പ്രധാന ദൗത്യം ഇവയൊക്കെയാണ്. കഴിഞ്ഞില്ല. ദേശസ്നേഹികളായ ഫ്രഞ്ചുകാരുടെ പ്രതിഷേധത്തെ ഏകോപിപ്പിച്ച് ജർമ്മനിക്കെതിരെ അണിനിരത്തുക, അവർക്ക് ട്രെയിനിങ്ങും ആയുധങ്ങളും നൽകുക, ജർമ്മൻ ട്രൂപ്പിൻ്റെ നീക്കങ്ങൾ അപ്പോൾ അറിഞ്ഞ് ഇംഗ്ലണ്ടിനെ അറിയിക്കുക, ശത്രുക്കളുടെ ഹെഡ്ക്വാർട്ടേഴ്സുകളും ആയുധശേഖരവും അറിഞ്ഞുവെച്ച് വിവരം കൊടുക്കുക, ഫാസിസത്തിനെതിരായി സഖ്യശക്തികളുടെ പടനീക്കത്തിന് എല്ലാ വിധത്തിലും കളമൊരുക്കുക. ഈ ദൗത്യത്തിൽ ഏർപ്പെടുന്നവർക്ക് ഇംഗ്ലീഷ് ഫോഴ്സ് കാണുന്ന ശരാശരി ആയുസ് എത്രയാണെന്നറിയാമോ? കേവലം 6 ആഴ്ചകൾ മാത്രം. മേലുദ്യോഗസ്ഥർ നൂർ ഇനായത്ത് ഖാനെ വിളിപ്പിച്ചു. SOEയിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുന്നു. നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ അവളുടെ മറുപടി പെട്ടെന്നായിരുന്നു, താല്പര്യമുണ്ട് എന്ന് മാത്രമല്ല, ഇത്രകാലം ഫ്രാൻസിൽ ജീവിച്ച ഒരാളെന്ന നിലയിൽ അതെൻ്റെ കടമ കൂടിയാണ്. ആ മറുപടി അവളെ മറ്റൊരു ലീഗിലേക്ക് ഉയർത്തുകയായിരുന്നു. യുദ്ധ അഭയാർത്ഥിയായി ഇംഗ്ലണ്ടിലെത്തിയ യുവതി എന്ന നിലയിൽ നിന്ന് രാജ്യത്തിൻ്റെ പരമോന്നത രഹസ്യ സംഘടനയിലെ അംഗമായി, അല്ലെങ്കിൽ ഒരു ചാരവനിതയായി നൂർ ഇനായത്ത് ഖാൻ മാറിയിരിക്കുന്നു. 1942-43 വർഷങ്ങൾ അവൾക്ക് കഠിന പരിശീലനത്തിൻ്റെ വർഷങ്ങളായിരുന്നു. എന്തൊക്കെയായിരുന്നു ആ പരിശീലനങ്ങൾ എന്ന് നോക്കാം. ക്രിപ്റ്റോഗ്രഫി, അതായത് കോഡ് ഭാഷകൾ നിർമ്മിച്ചെടുക്കുന്നതിലും വായിക്കുന്നതിലും അല്ലെങ്കിൽ ഇഴതിരിച്ചെടുക്കുന്നതിലുമുള്ള പഠനം, സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമുള്ള പരിശീലനം, ആയുധ പരിശീലനം, നാവിഗേഷനും മാപ്പ് റീഡിങ്ങും, വിമാനം പറപ്പിക്കലും പാരച്യൂട്ടിങ്ങും. ഇനി ഒരു വേള പിടിക്കപ്പെട്ടാലോ, ഇൻട്രോഗേഷൻ റെസിസ്റ്റൻസ്, അതായത് അറിയാവുന്ന രഹസ്യങ്ങൾ ഒന്നുപോലും ശത്രുക്കളിലേക്ക് എത്താതിരിക്കുന്നതിനുള്ള സഹനമുറ. അങ്ങനെ 2 വർഷത്തെ കഠിന പരിശീലനം കഴിയുന്നു. പിന്നെ കുറച്ചുനാൾ അവൾ വീട്ടിൽ അമ്മയോടും അനിയനോടുമൊപ്പം തങ്ങി. താൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രത്യേക ദൗത്യത്തെപ്പറ്റി അവൾ വീട്ടിൽ ആരോടും ഒന്നും പറഞ്ഞില്ല. മെഡിറ്റേഷനും സംഗീതവും പ്രിയപ്പെട്ടവർക്ക് കത്തെഴുത്തുമൊക്കെയായി അവൾ ആ ദിവസം പ്രതീക്ഷിച്ചിരുന്നു. നാസിപ്പട കീഴടക്കിയ ഫ്രാൻസിലേക്ക് ചാരപ്രവർത്തനത്തിനായി വിമാനം കയറുന്നതിനുള്ള ഓർഡർ വരുന്നതും കാത്തു. അധികം താമസിച്ചില്ല, ആ ദിവസം എത്തി. കുറച്ച് ദിവസത്തെ ട്രെയിനിങ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞാണ് അവൾ വീട്ടിൽ നിന്നിറങ്ങിയത്. ഗേറ്റിലെത്തി അവൾ തിരിഞ്ഞു നോക്കി. അമ്മയും അനുജന്മാരും കുഞ്ഞനുജത്തിയും മുറ്റത്ത് അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഉള്ളിലെ കുഞ്ഞു ബബ്ലിയുടെ നെഞ്ചൊന്ന് തേങ്ങി. ബാഗ് താഴെ വെച്ച് അവൾ തിരിഞ്ഞു നടന്ന് അമ്മയെ കെട്ടിപ്പിടിച്ചു. നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അനുജന്മാരുടെ കൈ പിടിച്ചു. അനുജത്തിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. പിന്നെ ഒന്നും പറയാതെ തിരിഞ്ഞു നടന്നു. അവരറിഞ്ഞില്ല മകൾ പോകുന്നത്, അല്ലെങ്കിൽ ചേച്ചി പോകുന്നത് മടക്കമില്ലാത്തൊരു യാത്രയിലേക്കാണെന്ന്. ഈ കഥ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഒരു പാരച്യൂട്ട് ജമ്പിൽ നിന്നാണ്. 1943 ജൂൺ മാസത്തിൽ പാരീസിൻ്റെ നിലാവ് പെയ്യുന്ന രാത്രിയിലേക്ക് നൂർ ഇനായത്ത് ഖാൻ പാരച്യൂട്ടിൽ പറന്നിറങ്ങിയ കഥ പറഞ്ഞുകൊണ്ട്. ആ നിമിഷം മുതൽ അവളുടെ പേര് മെഡലൈൻ എന്നായി. പിന്നെ ഒരിക്കലും അവൾ സ്വന്തം പേര് മറ്റൊരാൾ വിളിക്കുന്നത് കേൾക്കുകയോ സ്വയം ഉച്ചരിക്കുകയോ ചെയ്തിട്ടില്ല. വിമാനത്തിൽ നിന്ന് അവൾക്കൊപ്പം ചാടിയ മറ്റു 2 പേരെ പിന്നെ അവൾ കാണുന്നില്ല. ഓരോരുത്തരും അവരവർക്ക് ലഭിച്ച നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങി. പാരച്യൂട്ടിൻ്റെ ബക്കിളും ഹുക്കും വിടുവിച്ച് ഇരുട്ടത്ത് അവൾ നടന്നു. അവൾ കയ്യിലിരുന്ന സ്യൂട്ട് കേസ് മുറുക്കി പിടിച്ചു. ഇനി ആ സ്യൂട്ട് കേസിനുള്ളിൽ ഒളിപ്പിച്ചിരിക്കുന്ന വയർലെസ് സെറ്റിലാണ് അവളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ മുഴുവനും നിക്ഷിപ്തമായിരിക്കുന്നത്. പാരച്യൂട്ട് ഇറങ്ങിയ ആങ്കേഴ്സ് എന്ന സ്ഥലത്ത് നിന്ന് അവൾ ഇരുട്ടിൻ്റെ മറവിറ്റ് നടന്നു. നേരം വെളുത്തപ്പോൾ അത്യാവശ്യത്തിന് എവിടെയോ പോകുന്ന വഴിയാത്രിക്കാരിയെ പോലെ തിരക്ക് അഭിനയിച്ചു. പാരീസിലെത്തണം. അവിടെ ദേശാഭിമാനികളായ ഫ്രഞ്ച് ചെറുപ്പക്കാർ ചേർന്ന് രൂപം കൊടുത്ത പ്രോസ്പർ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് എന്നൊരു രഹസ്യ സംഘടനയുണ്ട്. അതിലൊരാൾക്ക്, എമിലി ഗാരി എന്ന യുവാവിന്, അവളുടെ വരവിനെക്കുറിച്ച് നിർദ്ദേശങ്ങൾ കിട്ടിയിട്ടുണ്ട്. അയാൾക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി അവരോട് ചേർന്ന് വേണം അവൾ പ്രവർത്തിക്കേണ്ടത്. നാസിപ്പടയുടെ നീക്കങ്ങൾ ഓരോന്നും മനസ്സിലാക്കി കോഡ് ഭാഷയിൽ എഴുതിയ സന്ദേശങ്ങൾ ലണ്ടനിലേക്ക് അയക്കണം. അവർക്ക് പരിശീലനം കൊടുക്കണം. കേൾക്കുമ്പോൾ ഇതിലെത്ര റിസ്ക് എന്താണെന്ന് തോന്നും. പക്ഷേ സ്പെഷ്യൽ ഓപ്പറേറ്റീവ് എക്സിക്യൂട്ടീവുകൾക്കിടയിൽ ഏറ്റവും അപകടം പിടിച്ച പണി വയർലെസ് ഓപ്പറേഷൻ ആയിരുന്നു. കാരണം നാസി രഹസ്യ പോലീസായ ഗസ്റ്റപ്പോ മണം പിടിച്ചു നടക്കുകയാണ്. സന്ദേശങ്ങൾ അയക്കുന്ന സമയം ഒരല്പം ദീർഘിച്ചാൽ, അതായത് ഓണെയർ സമയം കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ പിഴച്ചാൽ, സിഗ്നലുകൾ ട്രയാങ്കുലേറ്റ് ചെയ്ത് ഗസ്റ്റപ്പോ വയർലെസ് സെറ്റുമായി അവളിരിക്കുന്ന സ്ഥലം കണ്ടെത്തിയാൽ പിന്നത്തെ കാര്യം പറയണ്ടല്ലോ. ദിവസവും അവൾ താമസ സ്ഥലം മാറിക്കൊണ്ടിരുന്നു. ജർമ്മൻ ട്രൂപ്പിൻ്റെ അംഗസംഖ്യ, ആയുധശേഖരം, സപ്ലൈ ട്രെയിനുകൾ, ഇതുവരെ പ്രോസ്പർ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് നടത്തിയ ആക്രമണങ്ങൾ, ഇവയെല്ലാം മോഴ്സ് കോഡുകളിൽ കൂടി ഇംഗ്ലീഷ് ചാനലിന് കുറുകെ വളർന്നു.
ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടനും അമേരിക്കയും കാനഡയും ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിലെ ഏറ്റവും നിർണായക നീക്കത്തിന് നോർമാൻഡി ലാൻഡിങ്ങിന് പദ്ധതികൾ മെനഞ്ഞു. ഒളിയിടങ്ങൾ മാറി മാറി മെഡ്ലൈൻ അല്ലെങ്കിൽ നൂർ ഇനായത് ഖാൻ മാതൃരാജ്യത്തിനു വേണ്ടി ചാരവൃത്തിയിലേർപ്പെട്ടു. പൊടുന്നനെയാണ് തീർത്തും അപ്രതീക്ഷിതമായ അവളുടെ പ്രവർത്തനങ്ങൾക്ക് ഒരു തിരിച്ചടി നേരിടുന്നത്. പ്രോസ്പർ റെസിസ്റ്റന്റ് നെറ്റ്വർക്കിൻ്റെ നേതാക്കളെ ഗെസ്റ്റപ്പോ അറസ്റ്റ് ചെയ്ത് വെടിവെച്ച് കൊല്ലുന്നു. എല്ലാവരെയും തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. അവർ മാത്രമല്ല, സംഘടനയിൽ പ്രവർത്തിച്ച എല്ലാവരും പിടിയിലായതോടെ ആ പ്രതിഷേധ ശൃംഖല പാടെ തകരുകയാണ്. നൂർ ഇനായത് ഖാൻ പാരീസിൽ ഒറ്റയ്ക്കാകുന്നു. പക്ഷേ അവൾ സന്ദേശങ്ങൾ അയക്കുന്നതിൽ നിന്ന് പിന്മാറുന്നില്ല. പാരീസിൽ ആക്റ്റീവായ ഒരേ ഒരു വയർലെസ് ഓപ്പറേറ്റർ ഇപ്പോൾ അവൾ മാത്രമാണ്. അത്രയേറെ അപകടം പിടിച്ച സ്ഥലത്ത് ഒരു വയർലെസ് ഓപ്പറേറ്റർക്ക് ഒറ്റയ്ക്ക് കാര്യങ്ങൾ നിർവഹിക്കാനാവില്ല എന്ന് ബ്രിട്ടനിലെ മേലുദ്യോഗസ്ഥർ തിരിച്ചറിയുന്നു. അവർ അവളെ തിരികെ വിളിക്കുന്നു. അതിനവൾ മറുപടിയായി ഒരു സന്ദേശം അയച്ചു. ആ സന്ദേശം ഇങ്ങനെയാണ്: ഐ വാണ്ട് ടു സ്റ്റേ, ഐ ഫീൽ ഐ ക്യാൻ ബി യൂസ്ഫുൾ. ഞാനിവിടെ തുടരുന്നു, അതുകൊണ്ട് ഉപയോഗമുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, ശത്രുപാളയത്തിൽ അവരുടെ രഹസ്യ നീക്കങ്ങൾ ഓരോന്നും മണത്തറിഞ്ഞ് നൂർ ഇനായത് ഖാൻ ലണ്ടനിലേക്ക് അയക്കുന്ന മോഴ്സ് കോഡുകളാണ് പിന്നീട് സഖ്യശക്തികളുടെ മുന്നേറ്റത്തിന് നിർണായകമാവുന്നത്. പ്രോസ്പർ റെസിസ്റ്റൻസ് നെറ്റ്വർക്ക് തകർത്തുവെങ്കിലും ചാരവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾ ഇപ്പോഴും പാരീസിൽ തുടരുന്നുണ്ടെന്ന് ഗെസ്റ്റപ്പോ കണ്ടെത്തുന്നു. അതാരാണ്? അവർ അന്വേഷണം ശക്തമാക്കി. പാരീസിൽ നിന്ന് നൂർ ഇനായത് ഖാൻ അയക്കുന്ന സന്ദേശങ്ങളെ മോസ്റ്റ് അർജന്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയാണ് സഖ്യസേന പരിഗണിച്ചത്. പാരീസിൽ അവൾക്കുണ്ടായിരുന്ന ബന്ധങ്ങളൊക്കെ തന്നെയും അവൾ വിവരശേഖരണത്തിനായി ഉപയോഗിച്ചു. സംഗീതജ്ഞയും സുന്ദരിയുമായ ഒരു യുവതിക്ക് എന്തെല്ലാം സാധ്യമാകുമോ അതെല്ലാം അവൾ നടപ്പിൽ വരുത്തി. യാതൊരു ബാക്കിങ്ങുമില്ലാതെ ഒറ്റയ്ക്ക് അവൾ നാസി രഹസ്യ പോലീസിനെയും പട്ടാളത്തെയും വട്ടം കറക്കി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഒരു രഹസ്യ ഏജന്റും കാണിക്കാത്ത അനിതര സാധാരണമായ ധൈര്യം എന്നാണ് പിൽക്കാലത്ത് അവളുടെ പ്രവർത്തികളെ ലോകം വാഴ്ത്തിയത്. പക്ഷേ അത് അധികകാലം നീണ്ടു നിന്നില്ല. ഒരു ചതി അല്ലെങ്കിൽ ഒരു ഒറ്റ് അവളുടെ ചുറ്റുവട്ടത്ത് തന്നെ അവളെ കാത്ത് പത്തിയടക്കി കാത്തുകിടന്നിരുന്നു. പാരീസിൽ രഹസ്യ ദൗത്യത്തിനായി എത്തിയപ്പോൾ മുതൽ മെഡ്ലിന് നൂർ ഇനായത് ഖാൻ എന്ന പേര് അവിടെ ആർക്കും അറിയുമായിരുന്നില്ല. അവൾക്ക് സഹായിയായി പ്രവർത്തിച്ചത് എമിലി ഗാരി എന്ന യുവാവായിരുന്നു. കുറഞ്ഞൊരു ദിവസങ്ങൾ കൊണ്ട് നൂർ പ്രതിഷേധ സേനയിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായി മാറുന്നു. പ്രത്യേകിച്ചും എമിലി ഗാരിക്ക്. ആകർഷകമായ വ്യക്തിത്വവും പ്രവർത്തന മികവും തന്നെയായിരുന്നു അതിന് കാരണം. ഒപ്പം അവളുടെ സൗന്ദര്യവും അതിന് കാരണമായിട്ടുണ്ടാവാം. നെറ്റ്വർക്കിൽ അംഗങ്ങളായുള്ള ചില സ്ത്രീകൾക്ക്, അതുവരെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നവർക്ക് നൂർ ഇനായത് ഖാൻ്റെ വരവ് അത്രയ്ക്കങ്ങ് സുഖിച്ചില്ല. കൂടുതൽ സുഖക്കേട് എമിലി ഗാരിയുടെ സഹോദരി റെനി ഗാരിക്കായിരുന്നു. കാര്യപ്രാപ്തി കൊണ്ടും തൻ്റെ ഇടം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും അവൾക്കൊരിക്കലും എത്തിച്ചേരാനാവാത്ത ഉയരത്തിലായിരുന്നു നൂർ ഇനായത് ഖാൻ്റെ സ്ഥാനം. അത് റെനിയിൽ അസൂയ വളർത്തി. അതിനിടയിലാണ് ജർമ്മൻ രഹസ്യ പോലീസ് ഗെസ്റ്റപ്പോ തകർത്ത് നേതാക്കളെ എല്ലാം വധിക്കുന്നത്. റെനിയുടെ സഹോദരൻ എമിലി ഗാരിയും വധിക്കപ്പെടുന്നു. ഏതാനും ദിവസങ്ങൾക്കകം സംഘടനയുമായി ബന്ധപ്പെട്ട എല്ലാവരും അറസ്റ്റിലാവുന്നു. അതിൽ റെനി ഗാരിയും ഉൾപ്പെട്ടിരുന്നു. പിടിയിലായ ആരും തന്നെ പിന്നെ പുറം ലോകം കണ്ടില്ല. ഏതോ തടങ്കൽ പാളയത്തിൽ അവരൊക്കെ വെടിയുണ്ടക്കിരയായി. പക്ഷേ റെനി ഗാരി മാത്രം പുറത്തിറങ്ങി. അതെങ്ങനെയാണ്? ഗെസ്റ്റപ്പോ അത്രയും കാലം അന്വേഷിച്ചുകൊണ്ടിരുന്ന നിർണായക വിവരം കൈമാറി പകരം ജീവൻ പിടിച്ചു വാങ്ങിയാണ് അവൾ പുറത്തിറങ്ങിയതെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ആ വിവരം മറ്റൊന്നുമായിരുന്നില്ല. പാരീസിലെ തെരുവുകളിൽ ഒറ്റയ്ക്ക് ഒരു സൂട്ട് കേസും തൂക്കിപ്പിടിച്ച് നടക്കുന്ന മെഡ്ലൈൻ യഥാർത്ഥത്തിൽ ആരാണ്? എവിടെയാണ് അവളുടെ ഒളിയിടം? ഇത് രണ്ടും അവൾ രഹസ്യ പോലീസിന് പറഞ്ഞു കൊടുത്തു. 1943 ഒക്ടോബർ മാസത്തിലെ ഒരു പ്രഭാതം. ഹേമന്തം അതിൻ്റെ നരച്ച ശവക്കച്ച വിരിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. നേരിയ തണുപ്പുമുണ്ട്. ഒരു പാർപ്പിട സമുച്ചയത്തിൻ്റെ 3ാം നിലയിൽ തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വയർലെസ് സെറ്റും തുറന്നിരുന്ന് തിരക്കിട്ട് സന്ദേശങ്ങൾ ടൈപ്പ് ചെയ്യുകയാണ് നൂർ ഇനായത് ഖാൻ. ആവി പാറുന്ന ഒരു കപ്പ് കാപ്പിയുണ്ട് ടേബിളിൽ. പെട്ടെന്ന് വാതിൽക്കൽ ഒരു മുട്ട് കേൾക്കുന്നു. അവൾ സംശയത്തോടെ തല ഉയർത്തി. വയർലെസ് സെറ്റ് അടച്ചു വെച്ച് മെല്ലെ എണീറ്റ് പീപ്പ് ഹോളിലൂടെ നോക്കി. അവളുടെ മുഖം ഇരുണ്ടു. അവസാനം അവർ തന്നെ തേടി വന്നിരിക്കുന്നു. ഗെസ്റ്റപ്പോ. ജർമ്മൻ രഹസ്യ പോലീസുകാർ 4-5 പേരുണ്ട്. അവർ തുറക്കുന്നതും കാത്ത് വാതിൽക്കൽ നിൽക്കുന്നു. അവൾ തിടുക്കത്തിൽ വയർലെസ് സെറ്റ് സൂട്ട് കേസിലാക്കി. ഇതെവിടെ ഒളിപ്പിക്കും? മുറിയുടെ മൂലയ്ക്ക് ചുരുണ്ടുകിടന്ന മുഷിഞ്ഞ തുണികൾക്കിടയിൽ അവൾ സൂട്ട് കേസ് ഒളിപ്പിക്കുന്നു. പിന്നെ മുറിക്കുള്ളിൽ തിടുക്കത്തിലൊന്ന് നോക്കി. സംശയം തോന്നത്തക്ക വിധത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇല്ല. വാതിൽ തുറക്കാൻ അധികം താമസിച്ചാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ രണ്ടും കൽപ്പിച്ച് വാതിൽക്കലെത്തി.
മുഖത്ത് പ്രസന്നത വരുത്തി വാതിൽ തുറന്നു. ശുദ്ധമായ ഫ്രഞ്ചിൽ അവരോട് വന്ന കാര്യം തിരക്കി. പ്രധാന ഉദ്യോഗസ്ഥൻ അവളുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. പിന്നെ അനുവാദമൊന്നും ചോദിക്കാതെ അകത്തേക്ക് കയറി. അയാൾ അവളോട് പേര് ചോദിച്ചപ്പോൾ അവൾ മെഡ്ലൈൻ എന്ന് പറഞ്ഞു. എന്താണ് ജോലി എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ ഞാനൊരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞു. കുട്ടികൾക്കായി ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പോലീസുകാർ മുറിക്കകത്തെ സാധനങ്ങൾ ഓരോന്നും വലിച്ചിട്ട് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് പഴന്തുണികൾക്കിടയിൽ നിന്ന് സ്യൂട്ട് കേസ് ലഭിക്കുന്നു. അയാളത് മേശപ്പുറത്ത് എടുത്തു വെച്ചിട്ട് മേലുദ്യോഗസ്ഥനെ വിളിച്ചു. മേലുദ്യോഗസ്ഥൻ വന്ന് സ്യൂട്ട് കേസ് തുറന്നു. അവളോട് ഇതെന്താണെന്ന് ചോദിച്ചു. അവൾ അമ്പരപ്പ് മുഖത്ത് കാണിക്കാതെ മറുപടി കൊടുത്തു. ഞാനൊരു എഴുത്തുകാരിയാണെന്ന് പറഞ്ഞല്ലോ, ഇത് ടൈപ്പ് റൈറ്ററാണ്. ഉദ്യോഗസ്ഥൻ ചിരിച്ചു. കൊള്ളാമല്ലോ, മോഴ്സ് കോഡിൽ നോവൽ എഴുതുന്ന ഒരാളെ ഞാനിത് ആദ്യമായി കാണുകയാണ്. എഴുത്തുകാരുടെ കൈയൊന്ന് കാണട്ടെ. അവൾ കൈ നീട്ടി. ഉദ്യോഗസ്ഥൻ പോക്കറ്റിൽ നിന്ന് വിലങ്ങെടുത്ത് അവളുടെ കൈകളിൽ അണിയിച്ചു. പാരീസിലെ 84 അവന്യൂ ഫോക്കാണ് ജർമ്മൻ രഹസ്യ പോലീസിന്റെ ആസ്ഥാനം. ചോദ്യം ചെയ്യലിനും ഭേദ്യം ചെയ്യലിനും പ്രത്യേകം മുറികളുണ്ട് അവിടെ. അതിലൊരു മുറിയിൽ വിലങ്ങണിഞ്ഞ കൈകളുമായി അവളിരുന്നു. ഇരു കവിളുകളും അടികൊണ്ട് വീങ്ങി വീർത്തിട്ടുണ്ട്. പൊട്ടിയ ചുണ്ടിൽ ചോര പൊടിക്കുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ അവൾ അനുഭവിച്ച പീഡനങ്ങളുടെ വ്യാപ്തി നമുക്ക് പറഞ്ഞു തരും. ഇപ്പോഴും ഗസ്റ്റപ്പോ അവളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ അന്വേഷിക്കുന്ന ഒന്നും തന്നെ, എന്തിന്, അവളുടെ യഥാർത്ഥ പേര് പോലും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. അവൾക്കറിയാം, യുദ്ധരംഗത്ത് നിന്നും പിടികൂടപ്പെടുന്ന ശത്രുചാരൻ എന്നാൽ പ്രൈസ്ലെസ് ക്യാച്ചാണ്. അത്ര പെട്ടെന്നൊന്നും അവർ തന്നെ കൊന്നുകളയില്ല എന്ന് അവൾക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഈ പീഡനം ഇതിലൂടെ കടന്നുപോയേ പറ്റൂ. ശാന്തമായ മുഖത്തോടെ സംയമനത്തോടെ അവളിരുന്നു. അവളെപ്പറ്റി മേലുദ്യോഗസ്ഥർക്ക് പോയ റിപ്പോർട്ടിൽ ഇങ്ങനെ എഴുതി: ഇൻ്റലിജൻറ്റ്, സ്കിൽഫുൾ ആൻഡ് അൺബ്രേക്കബിൾ. പീഡനങ്ങളുടെ ദിനരാത്രങ്ങൾ അവർ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഒരു രാത്രിയിൽ അവൾ ടോയ്ലറ്റിൻ്റെ ജനൽപ്പാളി ഇളക്കി മാറ്റി തടവു ചാടാൻ ഒരു ശ്രമം നടത്തി. ജനലിൻ്റെ വിടവിലൂടെ ഊർന്നിറങ്ങിയ അവൾ ഇരുട്ടിൻ്റെ മറപറ്റി റോഡിന് നേരെ പതുങ്ങി നടന്നു. അവിടെ ഒരു അഴുക്കുചാലിൽ നൂണ്ടിറങ്ങിയാൽ അത് ചെന്നിറങ്ങുന്നത് നഗരത്തിലേക്കാണ്. അവിടെ എത്തിയാൽ രക്ഷപ്പെടാൻ വേറെ വഴികളുണ്ട്. അവൾ ഓടയ്ക്കകത്തേക്ക് ഏതാണ്ട് ഇറങ്ങിയതാണ്. പക്ഷെ അപ്പോഴേക്കും സെർച്ച് ലൈറ്റിൻ്റെ വട്ടം അവൾക്ക് ചുറ്റും പതിച്ചു. പിന്നാലെ പട്ടികളുടെ കുരയും വിസിലും ബൂട്ടുകളുടെ ശബ്ദവും അവൾക്ക് നേരെ നീണ്ടു. തടവുചാട്ടത്തിനിടയിൽ പിടിക്കപ്പെടുന്നവരെ നാക്ടുൺ നേബൽ എന്നാണ് ജർമ്മൻ ഭാഷയിൽ വിശേഷിപ്പിക്കുക. തെളിവ് പോലും അവശേഷിപ്പിക്കാതെ രക്ഷപ്പെടാൻ സാധ്യതയുള്ള രാഷ്ട്രീയ വൈരികൾ എന്നാണ് ആ പ്രയോഗത്തിൻ്റെ അർത്ഥം. പോലീസുകാർ അവളെ നാക്ടുൺ നേബൽ തടവുകാരെ പാർപ്പിക്കുന്നിടത്തേക്ക് കൊണ്ടുപോയി. ദുരിതമാണ് അങ്ങനെയുള്ളവരുടെ ജീവിതം. കയ്യിലും കാലിലും ചങ്ങലയിട്ട് ഇരുട്ടുമുറിയിൽ തള്ളും. ഒപ്പം കൊടിയ പീഡനങ്ങളും. ഏതാനും ദിവസങ്ങൾക്കകം അവളെ തെക്ക് പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഫോസ്ഹേം ജയിലിലേക്ക് മാറ്റി. ഫോസ്ഹേം ജയിലിൽ നൂർ ഇനായത് ഖാനെ പാർപ്പിച്ചത് ഹൈ സെക്യൂരിറ്റി തടവുകാരുടെ വിഭാഗത്തിലായിരുന്നു. കാലും കൈയും ചങ്ങലയിൽ ബന്ധിച്ചിരുന്നു. വെളിച്ചം കടക്കാത്ത ഒരു കുടിസുമുറിയായിരുന്നു ജയിൽ. സഹതടവുകാരോടോ ജയിൽ ഉദ്യോഗസ്ഥരോടോ സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു അവൾക്ക് കൊടുത്തിരുന്ന താക്കീത്. സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ അവളുടെ കണ്ണ് അടികൊണ്ട് കലങ്ങി വീർത്തു. ഗസ്റ്റപ്പോ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യാനായി പിടിച്ചിരുത്തുമ്പോൾ അവൾ വായടയ്ക്കും. ഫ്രാൻസിൻ്റെ മറ്റു പ്രദേശങ്ങളിലുള്ള ഏജന്റുമാർ ആരൊക്കെ? സഖ്യകക്ഷികളുടെ നീക്കങ്ങൾ, കോഡഡ് സന്ദേശങ്ങൾ നിർദ്ധാരണം ചെയ്യുന്നതിനുള്ള വഴികൾ, ഇതൊക്കെയായിരുന്നു അവളോട് ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഇതിനൊന്നിനും അവൾ മറുപടി പറഞ്ഞില്ല. നിരവധി ചോദ്യങ്ങൾ അവൾ ഇത്തരത്തിൽ ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉത്തരം കിട്ടാതെ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് പീഡനങ്ങളുടെ ഇടവേള. അത് കഴിയുമ്പോൾ പിന്നെയും ചോദ്യം ചെയ്യൽ. വിശപ്പടക്കാൻ കൊടുക്കുന്നത് പട്ടാളക്കാർക്ക് ഉരുളക്കിഴങ്ങ് കൊടുക്കുമ്പോൾ ചിരണ്ടിക്കളയുന്ന തൊലി തിളപ്പിച്ചെടുത്ത് സൂപ്പ് എന്ന പേര്, വല്ലപ്പോഴും ഒരു കഷ്ണം ബ്രെഡ്. ഒരു മനുഷ്യനോട്, ഒരു സ്ത്രീയോട് എന്തെല്ലാം പീഡന ശ്രമങ്ങളുണ്ടോ അതെല്ലാം അവർ അവളിൽ പ്രയോഗിച്ചു. അവൾ അതിനെയെല്ലാം ആത്മസംയമനത്തോടെ പ്രതിരോധിച്ചു. ആ പ്രതിരോധത്തിൽ അവളുടെ മുൻവരിയിലെ പല്ലുകൾ മിക്കവയും ഇളകി അടർന്നു. ചെവിയിൽ നിന്ന് ചോരയും ചലവും ഒഴുകി. കൈകാൽ വിരലുകളിലെ നഖങ്ങൾ അപ്രത്യക്ഷമായി. ഒരു കാലത്ത് പാരീസ് നഗരത്തിലെ പുരുഷന്മാർ അവളുടെ നോട്ടം പതിഞ്ഞാൽ പോലും പുളകം കൊണ്ടിരുന്നിടത്ത് നിന്ന് വെറും നിലത്ത് പട്ടിണി കിടന്ന് കണ്ടാലറയ്ക്കുന്ന ഒരു പേക്കോലമായി അവൾ മാറി. ഗസ്റ്റപ്പോയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കിയാൽ പോലും അതിഭീകരമായ പീഡനത്തിനാണ് നൂർ ഇനായത് ഖാൻ ഇരയായത്. അതിന് കാരണം ചരിത്രകാരന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. അവളെ കേവലം ഒരു ചാരവനിതയായി മാത്രമല്ല ജർമ്മൻ ഭരണകൂടം കണ്ടത്, മറിച്ച് ഒരു പ്രതിഷേധത്തിൻ്റെ സിമ്പലായിട്ടാണ് അവളെ കണ്ടത്. വിദ്യാഭ്യാസമുള്ള യൂറോപ്യൻ വംശജയല്ലാത്ത ഒരു വനിത നാസി ജർമ്മനിയുടെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് അവർ അവളെ കണ്ടത്.
കാലക്രമേണ മനോവീര്യം തകർന്ന് അവൾ തങ്ങളുടെ വഴിക്ക് വരുമെന്നാണ് അവർ കരുതിയത്. അവളുടെ SOE ഫയലുകളിലും അവർ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. ഷീ നെവർ ടോക്ഡ്. അതെ, അവൾ വാ തുറന്നതേയില്ല. 1944 സെപ്റ്റംബർ മാസം. ഫോഴ്സ്ഹെയിം ജയിലിൽ അവൾ എത്തിയിട്ട് മാസം 10 കഴിഞ്ഞിരിക്കുന്നു. ഒരു ഉദ്യോഗസ്ഥൻ അവളുടെ സെല്ലിനരികിൽ എത്തിയിട്ട് പറഞ്ഞു, എണീക്ക്, നിനക്ക് ട്രാൻസ്ഫർ ആണെന്ന്. അവൾ മുഖമുയർത്തി അയാളെ നോക്കി. പിന്നെ പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, എങ്ങോട്ട്? ഡാക്കോ, നീ ഇനി അവിടെയാണ്. അവൾ ചിരിച്ചു. ആ ചിരിയിലെല്ലാം ഉണ്ടായിരുന്നു. ഡാക്കോ എന്താണെന്ന് അവൾക്കറിയാം. ഹിറ്റ്ലർ അധികാരത്തിലെത്തിയ ആഴ്ചകൾക്കുള്ളിൽ മ്യൂണിക്കിൽ ആരംഭിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പാണത്. പിന്നീട് ആരംഭിച്ച ഓഷ്വിറ്റ്സ് അടക്കമുള്ള കൊലയറകൾക്കെല്ലാം മോഡലായത് ഡാക്കോയാണ്. ഡാക്കോയിലേക്ക് പോവുക എന്നാൽ മരണത്തിലേക്ക് പോവുക എന്നാണ് അർത്ഥം. അവൾ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ തൻ്റെ കപ്പും പ്ലേറ്റും അഴികൾക്കിടയിലൂടെ നിരക്കി അപ്പുറത്തെ തടവറയുടെ മുമ്പിൽ വെച്ചു. വേദന കൊണ്ട് നുറുങ്ങിയ രാത്രികളിൽ അവൾ ശബ്ദമമർത്തി വിതുമ്പുമ്പോൾ ആ സെല്ലിൽ നിന്ന് ഒരു സ്ത്രീ ശബ്ദം ലിബർട്ടി ലിബർട്ടി എന്ന് അവളോട് പറയുമായിരുന്നു. ഡാക്കോയിലേക്ക് കൊണ്ടുപോകാനായി അവളെ സെല്ലിന് വെളിയിലിറക്കി. മാസങ്ങൾക്ക് ശേഷം സൂര്യവെളിച്ചം കണ്ണിൽ വീണപ്പോൾ അവൾ വിലങ്ങണിഞ്ഞ കൈകൾ ഉയർത്തി മുഖം പൊത്തി. പിന്നെ മെല്ലെ വെളിച്ചത്തിലേക്ക് പാടുപെട്ട് കണ്ണു തുറന്നു. മ്യൂണിക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ 3 സ്ത്രീ തടവുകാർ കൂടി അവളോടൊപ്പം ഡാക്കോയിലേക്ക് വരുന്നതായി അറിഞ്ഞു. അതിലൊരാളെ അവൾ അറിയും. യോളൻ ബേക്ക്മാൻ എന്ന ആ യുവതി അവളോടൊപ്പം ലണ്ടനിൽ WAAF ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്നതാണ്. ട്രെയിനിൽ അവർക്കായി പ്രത്യേകിച്ചൊരു കമ്പാർട്ട്മെൻറ്റ് ബുക്ക് ചെയ്തിരുന്നു. 2 ഓഫീസർമാർ അവർക്ക് അകമ്പടിയായുണ്ട്. ഏറെ നാൾ കൂടി പുറം ലോകം കണ്ടതിൻ്റെ ആശ്ചര്യത്തിലായിരുന്നു മൂവരും. കയ്യിലും കാലിലും ചങ്ങലയിട്ട് 3 സ്ത്രീകളെ നിർത്തിയിരിക്കുന്നു. കൂടെ പട്ടാളക്കാരും. യാത്രക്കാരും മറ്റു പട്ടാളക്കാരും അവരെ തുറിച്ചു നോക്കുന്നുണ്ട്. ട്രെയിൻ വന്നു. അവർ ട്രെയിനിൽ കയറി. കരി തിന്ന് പുകതുപ്പി എൻജിൻ മുരണ്ടു. പാളങ്ങളിൽ ഉരുക്കുചക്രങ്ങൾ ഉരുണ്ടു. പുറം ലോകത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ടവരിരുന്നു. പട്ടാളക്കാർ പോക്കറ്റിൽ നിന്ന് സിഗരറ്റ് എടുത്ത് കത്തിച്ച് പുകവിട്ട് മറുഭാഗത്തെ സീറ്റിലിരുന്നു. പെട്ടെന്ന് അതിലൊരു പട്ടാളക്കാരൻ കയ്യിലിരുന്ന സിഗരറ്റ് കൂടെ എടുത്ത് അവർക്ക് നേരെ നീട്ടി. ആദ്യമൊന്ന് അമ്പരന്തെങ്കിലും നന്ദി സൂചകമായി പുഞ്ചിരിച്ചുകൊണ്ട് മൂവരും ഓരോ സിഗരറ്റ് എടുത്തു. പട്ടാളക്കാരൻ അവർക്ക് തീപ്പെട്ടി ഉരച്ചു കൊടുത്തു. പ്രതീക്ഷകളെല്ലാം കെട്ട് ചാരം മൂടിയ അവസ്ഥയിലും സന്തോഷത്തിൻ്റെ ഒരു ചെറുതരി കാറ്റിൽ മിന്നിത്തെളിഞ്ഞതുപോലെ ആ നിമിഷത്തെ അവർക്ക് തോന്നി. കൂട്ടുകാരികൾ ഒത്തു താനൊരു പിക്നിക്കിന് പോവുകയാണെന്ന് നൂർ കുറച്ചു നേരത്തേക്കെങ്കിലും വിചാരിച്ചു കാണണം. ആവേശത്തോടെ അവൾ പുകയെടുത്തു. ഉള്ളിലേക്ക് ഇറക്കി, പിന്നെ പുറത്തേക്ക് ഊതി. ആ നിമിഷം അവളുടെ ഉള്ളിലെ കുഞ്ഞു ബബ്ലി പാരീസിലെ ഫസൽ മൻസിലിൽ തനിക്ക് സംഗീത പാഠങ്ങൾ ചൊല്ലിത്തന്ന അച്ഛനെ ഓർത്തു. സമീപത്ത് കുഞ്ഞുടുപ്പുകൾ തുന്നിക്കൊണ്ടിരുന്ന അമ്മയെ ഓർത്തു. സന്തോഷത്തിൻ്റെ പുതുക്കെട്ട് പോലെ തൻ്റെ കൈകളിലേക്ക് അച്ഛൻ മെല്ലെ വെച്ചു തന്ന അനുജന്മാരെ കുറിച്ച് ഓർത്തു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ആരും അത് കാണാതിരിക്കാനായി അവൾ മെല്ലെ പുറത്തേക്ക് മുഖം തിരിച്ചു. 1944 സെപ്റ്റംബർ 14 അവർ ഡാക്കു കോൺസെൻട്രേഷൻ ക്യാമ്പിലെത്തി. ദീർഘയാത്ര അവരെ തളർത്തിയിരുന്നു. രജിസ്റ്ററിൽ പേരെഴുതി ചേർത്ത് അവർ മൂവരെയും 3 ഇടങ്ങളിലേക്കായി കൊണ്ടുപോയി. നൂർ ഇനായത് ഖാൻ അനുവദിച്ചത് ഹൈ സെക്യൂരിറ്റി വിഭാഗത്തിലെ സെല്ലാണ്. സെല്ലിലെത്തി ഏതാനും മിനിറ്റുകൾക്കകം 3 പട്ടാളക്കാർ വാതിൽ തുറന്നെത്തി. ആ രാത്രി മുഴുവൻ അവർ അവളെ നിലത്തിട്ട് ചവിട്ടി അരച്ചു. കണ്ണുകളിൽ വിരലുകൾ കുത്തിയിറക്കി. അവളുടെ വിരലുകൾ കുടലിൽ വെച്ചമർത്തി. 10 മാസങ്ങളായി കേൾക്കുന്ന ചോദ്യങ്ങൾ അതുതന്നെയാണ് ഇവിടെയും ആവർത്തിച്ചത്. അതിനവൾക്ക് മറുപടിയില്ലെന്ന് കണ്ടപ്പോൾ പിന്നെയും പിന്നെയും പീഡനം തുടർന്നു. വസ്ത്രങ്ങൾ വലിച്ചു കീറി. പാതിരാത്രി കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങിപ്പോയി. കൈകളിൽ പറ്റിയ ചോര കൈലേസി തുടച്ചുകൊണ്ട് അതിലൊരുവൻ ഇങ്ങനെ പറഞ്ഞു, ഇവളിൽ നിന്ന് ഇനി ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പറയാനായിരുന്നുവെങ്കിൽ അവൾ നേരത്തെ പറഞ്ഞേനെ. അവൾ ബോധമറ്റ് നിലത്ത് കിടന്നു. എപ്പോഴോ ബോധം വീണപ്പോൾ തടവറയുടെ കരിങ്കൽ ഭിത്തിയിൽ വിവസ്ത്രയായി ചാരിയിരുന്ന് ഏങ്ങി ഏങ്ങി ശ്വാസമെടുത്തു. നേരം വെളുക്കാറായി. പെട്ടെന്നതാ പുറത്തിറങ്ങിപ്പോയ പട്ടാളക്കാർ തിരിച്ചു വരുന്നു. സെല്ല് തുറന്ന് അവർ ഭിത്തിയിൽ ചാരിയിരിക്കുന്ന ആ മെല്ലിച്ച സ്ത്രീരൂപത്തെ നോക്കി. അവളുടെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ വിജയിക്കാനാവാഞ്ഞതിൻ്റെ അരിശം മുഴുവൻ ആ നാസി പട്ടാളക്കാരൻ്റെ മുഖത്തുണ്ട്. ഒരാൾ ബൂട്ടുകൊണ്ട് അവളെ തൊഴിച്ചുണർത്തി. പിന്നെ നിലത്ത് മുട്ടിൽ നിർത്തി. മറ്റൊരാൾ റിവോൾവർ കയ്യിലെടുത്ത് അത് അവളുടെ തലയ്ക്ക് പിന്നിൽ ചേർത്തു. അവൾ ആയാസപ്പെട്ട് കണ്ണു തുറന്നു. തലയ്ക്ക് പിന്നിൽ അമർന്ന തോക്കിൻ കുടലിൻ്റെ തണുപ്പ് അവളിൽ പ്രത്യേകിച്ച് ഒരു വികാരവും ഉണ്ടാക്കിയില്ല. അവൾ ഒരു വാക്ക് മാത്രം ഉരുവിട്ടു, ലിബർട്ടി. പിടിപൊട്ടി.
അവൾ നിലത്ത് വീണ് ഒന്ന് പിടഞ്ഞു, പിന്നെ നിശ്ചലയായി. ഒഴുകിപ്പരക്കാൻ തുടങ്ങിയ ചോര ബൂട്ടിൽ പറ്റാതിരിക്കാനായി പട്ടാളക്കാരൻ മൃതദേഹം കവച്ചു വെച്ച് സെല്ലിന് വെളിയിലിറങ്ങി വാതിൽ ചാരി. ഇംഗ്ലണ്ടിലെ ബ്ലൂംസ്ബെറിയിൽ താവിസ്റ്റാക്ക് സ്ക്വയറിലെ വാടക വീട്ടിൽ നൂർ ഇനായത് ഖാൻ്റെ അമ്മ ആമിന ബീഗം അന്ന് ഉറക്കമുണർന്നത് ഒരു സ്വപ്നം കണ്ടാണ്. അവളുടെ അനുജൻ വിലായത് ഖാനും ഉറക്കമുണർന്നത് ഒരു സ്വപ്നം കണ്ടുകൊണ്ട് തന്നെ. ഇരുവരും കണ്ടത് തങ്ങളുടെ പ്രിയപ്പെട്ട ബബ്ലിയെയാണ്. അവൾ യൂണിഫോമിൽ തങ്ങൾക്കരികിലെത്തിയിരിക്കുന്നു. ഒരു നീല പ്രകാശം അവളുടെ ശിരസിന് ചുറ്റുമുണ്ട്. അവൾ ഒരേയൊരു വാക്കാണ് ഇരുവരോടും പറഞ്ഞത്: ലിബർട്ടി. അവളാണ് വിജയിച്ചതെന്ന് ചരിത്രം പറയും. നൂർ ഇനായത് ഖാനാണ് വിജയിച്ചതെന്ന് ചരിത്രം പറയുന്നു. അവളുടെ യഥാർത്ഥ പേര് നൂർ ഇനായത് ഖാൻ എന്ന പേര് പോലും ജർമ്മനി മനസ്സിലാക്കിയില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അവസാനത്തിന് ജർമ്മനിയുടെ പതനത്തിന് കാരണമായ സഖ്യകക്ഷികളുടെ നോർമൻഡി ലാൻഡിങ്ങിനെ പറ്റി നിർണായക വിവരങ്ങൾ അവൾക്കറിയാമായിരുന്നു. അവൾ അത് നാസിപ്പടയ്ക്ക് മുന്നിൽ വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കഥ വേറൊന്നായേനെ. ലോക ചരിത്രവും. നൂർ ഇനായത് ഖാൻ്റെ കഥ ഇവിടെ പൂർണ്ണമാവുകയാണ്. 1946 മരണാനന്തര ബഹുമതിയായി ജോർജ് ക്രോസ് നൽകി ഇംഗ്ലണ്ട് അവളുടെ ധീരതയെ ആദരിച്ചു. രാജ്യം നൽകുന്ന ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയാണിത്. യുദ്ധമുഖത്ത് ഹീറോയിസം കാഴ്ചവെക്കുന്നവർക്ക് നൽകുന്ന ക്രോ ദുഗേറെ വിത്ത് ഗോൾഡൻ സ്റ്റാർ പുരസ്കാരം 1947 ഫ്രഞ്ച് സർക്കാർ നൂർ ഇനായത് ഖാന് സമ്മാനിച്ചു. ഈ കഥ കേട്ടുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചോ വിധിയുടെ കരുനീക്കങ്ങളിലെ പ്രവചനാതീത സ്വഭാവത്തെപ്പറ്റി? ബ്രിട്ടീഷ് ഭരണത്തെ നഖശിഖാന്തം എതിർത്ത ടിപ്പു സുൽത്താൻ, ബ്രിട്ടീഷുകാരോടുള്ള യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ടിപ്പു സുൽത്താൻ, ആ സുൽത്താൻ്റെ കൊച്ചുമകൾ ഗ്രേറ്റ് 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 ഗ്രാൻഡ് ഡോട്ടർ ഏതാണ്ട് 1.5 നൂറ്റാണ്ടിന് ശേഷം ആ ബ്രിട്ടന് വേണ്ടിയാണ് യുദ്ധം ചെയ്യുന്നത്. ആ യുദ്ധത്തിൽ അവൾ ജർമ്മൻ തടങ്കൽ പാളയത്തിൽ മരിച്ചു വീഴുന്നു. വിധി ഓരോരുത്തരെ ഏതെല്ലാം വഴികളിലേക്കാണ് ടിക്കറ്റ് എടുത്ത് വണ്ടി കയറ്റി വിടുന്നതെന്ന അമ്പരപ്പോടെ നിർത്തുന്നു. പുതിയൊരു കഥയുമായി അടുത്ത ലക്കം കാണാം. നമസ്കാരം.